അപ്പോൾ ഓൾമോസ്റ്റ് 3 years എക്സ്പീരിയൻസ് ആവാനായി. ഇനി നമുക്ക് റുക്സാനിൻ്റെ ഫ്യൂച്ചർ പ്ലാനും കൂടി ഒന്ന് കേൾക്കാം. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. എനിക്ക് ആക്ച്വലി 2 പ്ലാൻസ് ആണുള്ളത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോം ഹെൽത്തിൽ തന്നെ എക്സ്പീരിയൻസ് എടുത്തിട്ട് നമുക്ക് ഒരു 1 year ഒക്കെ കഴിയുമ്പം ബെറ്റർ പാക്കേജോടുകൂടി വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ പിന്നെ എനിക്ക് അബ്രോഡും പോകുന്ന ഒരു താല്പര്യമുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് രണ്ടിലും ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാനാണ്. ഞാൻ ഫാം ഡി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഫാം ഡി റിലേറ്റ് ചെയ്തുള്ള ജോബ് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കോഴ്സിനെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഈ ഫാം ഡി BAMS അങ്ങനത്തെ ഡിഗ്രീസ് ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്ന ഒരു ജോബ് വേക്കൻസി കണ്ടു. ഞാൻ അവരായിട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്, അത് കഴിയുമ്പോൾ കമ്പനിയുടെ പ്ലേസ്മെന്റ് കിട്ടും പറഞ്ഞു. അതെല്ലാം പുറമേ ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് കാർഡിയെ പറ്റി മനസ്സിലായത്. പിന്നെ അങ്ങനെ ഏകദേശം 2 വർഷത്തോളം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കൊച്ചിയിലാണ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർ മാർക്കിലുള്ള പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് പറയും. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡും ഓൾറെഡി ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അവിടെ 2.4 years വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. സ്റ്റാർ മാർക്ക് എന്ന കമ്പനിയിൽ EANM പ്രൊജക്റ്റ് ആയിരുന്നു. അവിടെ കമ്പനിയൊക്കെ നൈസായിരുന്നു. അങ്ങനെ എനിക്ക് 2.4 years എക്സ്പീരിയൻസ് ആയി. പിന്നെ അതൊരു കംഫർട്ട് സോൺ ആയി എനിക്ക് തോന്നി. നമുക്കൊരു കുറച്ചുകൂടി ഗ്രോത്ത് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ റിസൈൻ ആക്കിയിട്ട് പിന്നെ ഒരു കമ്പനി നോക്കി. അതാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കൊച്ചിയിൽ നിന്ന് ഒരു ഓഫർ വന്നത് ഹോം ഹെൽത്തിൻ്റെ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രാക്ടിങ്.